സന്നിധി മതി എൻ ദൈവമേ, നിൻ സാന്നിധ്യം മതി ഈ ഏഴയ്ക്ക്. നിൻ ദിവ്യകൃപകളാ ജീവിപ്പാൻ നിന്നാത്മശക്തി പകരൂ നാഥാ. നിന്നാശിഷം ചൊരിയുക എന്നിൽ, നിന്നാശിഷം ചൊരിയുക എന്നിൽ. കേൾപ്പിക്കുക നിൻ സ്വർഗീയനാദം. സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും പ്രഭാതവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്നത്തെ ദിവസം എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം, ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഇന്ന് ധാരാളം പേർ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അത് സർവ്വസാധാരണമായി തീർന്നിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു രാജ്യത്ത് നിന്ന് സ്ഥിരതാമസം മറ്റൊരു രാജ്യത്തേക്ക് മാറ്റുക. ഒരു രാജ്യത്തെ പൗരത്വം വേണ്ട എന്ന് വെച്ചിട്ട് മറ്റൊരു രാജ്യത്തിൻ്റെ പൗരത്വം സ്വീകരിക്കുക. ഇതെല്ലാം ഇന്ന് സർവ്വസാധാരണമായ ഒരു കാര്യമായി തീർന്നിരിക്കുന്നു. വിദേശ രാജ്യങ്ങൾ നോക്കുമ്പോൾ ധാരാളം മലയാളികൾ, കോടിക്കണക്കിന് മലയാളികൾ ദീർഘവർഷങ്ങളായി ഈ മൈഗ്രേഷനിലൂടെ മറ്റു രാജ്യങ്ങളിലേക്ക് സ്ഥിരതാമസം മാറ്റിയിട്ടുണ്ട്. അതിന് പല കാരണങ്ങളുണ്ടെങ്കിലും ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മെച്ചപ്പെട്ട ജീവിത അന്തരീക്ഷങ്ങൾ തന്നെയാണ്. സമ്പദ്ഘടനയുടെ അടിസ്ഥാനത്തിൽ ലോകരാജ്യങ്ങളെ 3 വിഭാഗങ്ങളായി തിരിക്കുവാൻ സാധിക്കും. ഒന്നാമത്തേത് അവികസിത രാജ്യങ്ങളാണ്. അതായത് വികസനം എത്തിയിട്ടില്ലാത്ത രാജ്യങ്ങൾ. ഇപ്പോഴും ജീവിത സാഹചര്യങ്ങൾ ഏറ്റവും ചുരുങ്ങിയ നിലയിലാണ്. ദാരിദ്ര്യം ഒരുപക്ഷെ അവിടെ ഉണ്ടാകാം. വിവിധ കാര്യങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന രാജ്യമായിരിക്കാം. കുട്ടികളുടെ പഠന കാര്യത്തിൽ, അവരുടെ ഭക്ഷണ കാര്യങ്ങളിൽ, പോഷണ ലഭ്യത, ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ച് നോക്കുമ്പോൾ അവികസിത രാജ്യങ്ങൾ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ പിന്നിലായിരിക്കാം. ഉദാഹരണമായി പറഞ്ഞാൽ പല ആഫ്രിക്കൻ രാജ്യങ്ങളും ഇപ്പോഴും അവികസിത രാജ്യങ്ങൾ തന്നെയാണ്. പട്ടിണിയും ദാരിദ്ര്യവും ധാരാളം അനുഭവിക്കുന്ന കുട്ടികൾ, പോഷണക്കുറവ് മൂലം കേവലം അസ്ഥിപഞ്ജരങ്ങളായ കുട്ടികളുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ അവികസിത രാജ്യങ്ങളെ മറ്റു രാജ്യങ്ങൾ വിവിധ നിലകളിൽ സഹായിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഐക്യരാഷ്ട്ര സംഘടന ധാരാളം സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്നത് വികസ്വര രാജ്യങ്ങളാണ്. അതായത് രാജ്യത്തിൻ്റെ പൊതുവെയുള്ള സമ്പദ്ഘടനയിൽ ദാരിദ്ര്യം മാറി എന്നാൽ വികസനത്തിലേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയുള്ള രാജ്യം. അങ്ങനെയുള്ള രാജ്യത്തെയാണ് വികസ്വര രാജ്യം എന്ന് പറയുന്നത്. ഇന്ത്യ അതിനൊരു ഉദാഹരണമാണ്. മൂന്നാമത്തേത് വികസിത രാജ്യങ്ങളാണ്. എല്ലാ നിലയിലും സമ്പദ്ഘടന വളരെ സുസ്ഥിരമായിരിക്കുന്ന രാജ്യങ്ങൾ. ഈ രാജ്യങ്ങളിലെ പൗരന്മാരുടെ പെർ ക്യാപിറ്റ ഇൻകം, അതായത് ഓരോ വ്യക്തിയുടെയും വരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള അവരുടെ നില, അത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമാണ്. പെർ ക്യാപിറ്റ ഇൻകം വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള രാജ്യങ്ങളാണ് വികസിത രാജ്യങ്ങൾ. ഉദാഹരണമായി അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ. അവികസിത രാജ്യങ്ങളിൽ നിന്നും വികസ്വര രാജ്യങ്ങളിൽ നിന്നും ധാരാളം പേർ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെട്ടിരിക്കുന്ന വികസിത രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാറുണ്ട്. ഈ മൈഗ്രേഷൻ വാസ്തവത്തിൽ അടുത്ത സമയത്തെങ്ങും ആരംഭിച്ചിട്ടുള്ളതല്ല. തിരുവെഴുത്ത് പരിശോധിക്കുമ്പോൾ പുരാതന കാലം മുതൽ തന്നെ ഈ മൈഗ്രേഷൻ സംഭവിച്ചിട്ടുണ്ട്. അബ്രഹാമിന്റെ കാര്യം തന്നെ എടുക്കുക. അദ്ദേഹം കൽദയരുടെ ഊരിൽ താമസിച്ചിരുന്ന വ്യക്തിയായിരുന്നു. എന്നാൽ ദൈവം നിർദ്ദേശിച്ചതനുസരിച്ച് ദൈവം തന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് താൻ യാത്ര പുറപ്പെട്ടു. അത് കനാൻ നാട്ടിലേക്കുള്ള യാത്രയായിരുന്നു. ആ കനാൻ നാട് എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഫലഭൂയിഷ്ടമായ ദേശം തന്നെയായിരുന്നു. അബ്രഹാം ആ ദേശത്തേക്ക് വന്നപ്പോൾ അവിടെ താൻ യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ചു എന്ന് കാണുവാൻ കഴിയും. കൽദയരുടെ ഊരിൽ താൻ കിടക്കുമ്പോൾ യാഗപീഠം പണിയുന്നതിനോ ആരാധിക്കുന്നതിനോ തനിക്ക് ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം ദൈവം അദ്ദേഹത്തെ അവിടെ നിന്ന് കനാൻ നാട്ടിലേക്ക് കൊണ്ടുവന്നതും അവിടെ താമസിപ്പിച്ചതും. ഇത് പറയുമ്പോൾ ദൈവമക്കളെ സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പരാമർശം അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പി ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 20-ാമത്തെ വാക്യം: നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിരിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പൗരത്വം സ്വർഗത്തിലാണ് എന്ന് ദൈവവചനം അസന്നിഗ്ധമായി പറയുന്നു. വാസ്തവത്തിൽ അങ്ങനെയുള്ളവർ ഈ ഭൂമിയിൽ പരദേശികളാണ്. ഏതാനും ചില നാളുകൾ നാം ഈ ഭൂമിയിൽ പാർക്കുന്നു. നാം ജീവനോടെ ഇരിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവുണ്ടായാൽ രൂപാന്തര ശരീരികളായി നാം കർത്താവിനോട് കൂടെ എടുക്കപ്പെടുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിന് മുൻപ് മരിച്ചു പോകുന്ന ദൈവമക്കളുടെ ആത്മാവും പ്രാണനും
ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരവിൽ ഈ ആത്മാവും പ്രാണനും തിരികെ വന്ന് രൂപാന്തര ശരീരത്തിലേക്ക് പ്രവേശിച്ച് അങ്ങനെ രൂപാന്തര ശരീരത്തോടുകൂടെ കർത്താവിലേക്ക് എടുക്കപ്പെടുന്നു. അങ്ങനെ ദൈവമക്കൾ രൂപാന്തര ശരീരത്തോടുകൂടെ നമ്മുടെ പൗരത്വമുള്ള സ്വർഗരാജ്യത്തിൽ നിത്യമായ സ്വർഗീയ ജീവിതം ആരംഭിക്കുന്നു. കർത്താവിനോടുകൂടെ കർത്താവിന്റെ മുഖം കണ്ട് അവിടുത്തെ ആരാധിച്ചുകൊണ്ട് അനുഗ്രഹീതമായ നിത്യമായ ജീവിതം. അതേസമയം യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ സൗജന്യമായി ലഭിക്കുന്ന ഈ രക്ഷ വിശ്വാസത്താൽ പ്രാപിക്കാതെ അതിനെ തള്ളിക്കളയുന്നവർ നിത്യമായ നരകാഗ്നിയിലേക്ക് തള്ളപ്പെടുന്നു. മാന്യ സ്നേഹിത, താങ്കളുടെ നിത്യത താങ്കൾ എവിടെ കഴിക്കും എന്ന് തീരുമാനിക്കുക. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. എന്നും ദൈവവചനത്തിൻ ആഴങ്ങളിലേക്ക് ശ്രവിക്കാം. സ്വർഗീയ നാദം, ദ ഹെവൻലി വോയിസ്. വിൺപുരിയിൽ നാം ചെന്നിടുമെന്ന് പ്രതിഫലം താൻ. വിൺപുരിയിൽ നാം ചെന്നിടുമെന്ന് പ്രതിഫലം താൻ. തന്നിടുമൊന്നും മറന്നിടാതെ ആ നല്ല നാൾ വരുന്നു. തന്നിടുമൊന്നും മറന്നിടാതെ ആ നല്ല നാൾ വരുന്നു. ഈ പാരിൽ നാം പരദേശികളാം, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാം. നമ്മൾ സൗഭാഗ്യവാനാം, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാം. നമ്മൾ സൗഭാഗ്യവാനാം. ഈ പാരിൽ നാം പരദേശികളാം.